വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് വന്ന് ചേർന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ശ്രീമതി മല്ലിക സുകുമാരൻ, പിന്നെ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ജോർജി കപ്പുത്തൂറ്റ്, പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞങ്ങളുടെ റോട്ടറി കുടുംബാംഗങ്ങൾ, പിന്നെ ആർട്ട് ഗ്രൂപ്പ്, പിന്നെ ഞങ്ങളുടെ ദത്തൻ സാറിൻ്റെ വൈഫ്, എല്ലാവർക്കും പ്രത്യേകമായിട്ട് എൻ്റെ നന്ദി. എല്ലാവരും എൻ്റെ പെയിൻറ്റിങ്സ് എല്ലാം കണ്ട് ആസ്വദിക്കാനായിട്ട് വേണ്ടി ഞാൻ പറയുന്നു. നന്ദി നന്ദി നന്ദി. വാക്കുകളെക്കാൾ ശക്തി ചില സമയം വരകൾക്കും നിറങ്ങൾക്കും ഉണ്ടെന്ന് തോന്നും. സമൂഹത്തിൽ ചിത്രങ്ങൾ രചിക്കുന്ന ആയിരക്കണക്കിന് പേരുണ്ട്. പക്ഷേ മാറ്റങ്ങളെ അംഗീകരിക്കാൻ, മാറ്റങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായവർ ചുരുക്കമാണ്. അത്തരമൊരു ചിത്രകാരിയുടെ ജീവസുറ്റ ചിത്രങ്ങളാണ് തിരുവനന്തപുരത്ത് ചിത്രകലാപ്രേമികൾക്ക് വേണ്ടി മിഴി തുറന്നത്. ലത ആന്റണി എന്ന ഡെഡിക്കേറ്റഡ് ചിത്രകാരിയുടെ ഭാവലയം ഓയിൽ പെയിന്റിംഗ് പ്രദർശനവേദി ചിത്രരചന കലയാക്കിയവർക്കും സാധാരണക്കാർക്കും ഒരുപോലെ പ്രചോദനമാണ്. വൈലപ്പള്ളി സംസ്കൃത ഭവനിൽ ആരംഭിച്ച പ്രദർശനവും വിപണനവും ഉദ്ഘാടനം ചെയ്തത് പ്രശസ്ത നടി മല്ലിക സുകുമാരൻ, പ്രശസ്ത ആർട്ടിസ്റ്റ് ബി.ഡി. ദത്തൻ, മുത്തൂറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ജോർജ് ജേക്കബ് മുത്തൂറ്റ്, എലിസബത്ത് ജേക്കബ്, അനസൂയ ഷാജിയൻകരൻ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിനെ ധന്യമായി. നന്ദി. സിനിമയടക്കം തൊഴിലെടുക്കുന്ന ഏത് മേഖലയിലായാലും ചെയ്യുന്ന ജോലി കൃത്യസമയത്ത് കൃത്യമായി ചെയ്യുക എന്നതിലാണ് മഹത്വമെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു. ചിത്രരചന ദൈവികമാണ്, അത് തുടരണം. അപ്പോൾ ഒരു ചിത്രം നന്നായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾ ആ ചിത്രത്തിൽ കുറച്ചേരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാമോ തോന്നും. അത് ഓരോരുത്തരുടെ ബുദ്ധി ഏത് തരത്തിലാണോ ആ കലയെ ആസ്വദിക്കുന്നത്, ആ ആസ്വാദന ശേഷിക്കനുസരിച്ച് നമ്മുടെ ചിന്തകൾ നമ്മളിങ്ങനെ മാറ്റി 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 കൊണ്ടുപോകും. അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ നോക്കുകയായിരുന്നു. സത്യം പറയാം, സാറ് പറഞ്ഞ പോലെ ഇതൊരു വല്ലാത്ത കഴിവാണ്. ഇത് ദൈവം ആർക്കും കൊടുക്കത്തില്ല. ഇപ്പം പാട്ടെന്ന് പറഞ്ഞ് എന്തോ നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ വരെ ആർക്കും പാടാമെന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. ശ്രുതി വേണ്ട, താളം വേണ്ട, ഒന്നും വേണ്ട, ഉച്ചാരണ ശുദ്ധി വേണ്ട, ഒന്നും വേണ്ട, ആർക്കും പാടാം. ഒരു കരോക്കെ ഇരോക്കെ എന്നൊക്കെ പറഞ്ഞൊരു സാധനം വെച്ചാൽ പാടാം. ഞാൻ പലപ്പോഴും കാണുമ്പോൾ കുട്ടികളെന്ത് അസലായിട്ടാണ് പാടുന്നത്. ഈ വലിയവരിത് പാടുന്നത് കൂടെ നമുക്ക് സങ്കടം. അയ്യോ, ആ കൊച്ചുങ്ങളെ കൂടെ ചീത്തയാക്കാതെ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ചിലർ പാടുന്നത് കേട്ടിട്ടോ. ഞാൻ സ്വായത്തമാക്കിയിട്ടുള്ള എൻ്റെ സഹോദരി ഇത് കൊണ്ടൊന്നും അവസാനിപ്പിക്കരുത്. തുടരുക, ഭംഗിയായിട്ട് തുടരുക. അതിന് ദൈവീകമായ ഒരു സിദ്ധി ലഭിച്ചിട്ടുണ്ട്. അത് നഷ്ടപ്പെടാതെ കൂടുതൽ കൂടുതൽ വളർത്തിയെടുത്ത് സാറിനെ പോലുള്ളവരുടെ ഉപദേശങ്ങൾ ഏത് സമയത്തും ഫ്രീയാണ്, പൈസ കൊടുക്കാതെ കിട്ടും. അതും ഒരു ഭാഗ്യം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. വാസ്തവത്തിൽ ഞാൻ മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി തന്നെ പറയുകയാണ്, എല്ലാ ഐശ്വര്യവും വിജയവും സൽപ്പേരും എല്ലാം നേടി ഈ യാത്രയായി എങ്ങനെ മുന്നോട്ട് പോയിട്ട് നമ്മുടെ ലോകം മുഴുവൻ അറിയുന്ന ഒരു ചിത്രകാരിയായി തന്നെ മാറാൻ ഉള്ള എല്ലാ സൗഭാഗ്യവും സർവേശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ബി.ഡി. ദത്തന്റെ ശിഷ്യയായ ലത ആന്റണിയുടെ ജീവസുറ്റ ചിത്രങ്ങൾ വിളിച്ചു പറയും ആ ചിത്രകാരിയുടെ മനസ്സ്. രവിവർമ്മ ചിത്രങ്ങളുടെ കടുത്ത പ്രിയങ്കരിയായിരുന്നു ലത ആന്റണി. അതിൽ നിന്നും പുറത്തിറങ്ങി മറ്റ് മേഖലകളിൽ നിന്നുള്ള ജീവസുറ്റ ചിത്രങ്ങൾ സൃഷ്ടിച്ചത് ഒരു കലാകാരി മാറ്റങ്ങളെ അംഗീകരിച്ച് മുന്നേറിയെന്ന ദുർഘടമായ പാതയിലൂടെയാണെന്ന് ബി.ഡി. ദത്തൻ പ്രതികരിച്ചു. അതിനു മുമ്പ് ധാരാളം ചിത്രങ്ങൾ നടത്തുകയും ചിത്രപ്രദർശനങ്ങൾ നടത്തുകയും വളരെ കാലം ഗൾഫിലായിരുന്നു ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം രവിവർമ്മ ചിത്രങ്ങളാണ് കൂടുതലും വരച്ചിരുന്നത്. എനിക്ക് തോന്നുന്നത് രവിവർമ്മ ചിത്രങ്ങളിൽ മിക്കവാറും എല്ലാം ലത ആന്റണി കോപ്പി ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്.
അപ്പോൾ അത് അവരുടെ ഒരു സന്തോഷമാണ്. കാരണം അതുകൊണ്ട് ഇപ്പോൾ ഒരു വലിയ ഡിഗ്രി നേടാനോ അല്ലെങ്കിൽ കുറേ പണം അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. മനസ്സിൻ്റെ ഒരു സന്തോഷം. ആ സന്തോഷം നമുക്ക് വേറെങ്ങും വിലക്ക് വാങ്ങാൻ കഴിയത്തില്ല. ആ സന്തോഷം വേറെ ആരോടും പറഞ്ഞ് മനസ്സിലാക്കാനും കഴിയത്തില്ല. അങ്ങനെ ചെയ്ത് നമ്മളുടെ കൂട്ടത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ പറഞ്ഞു, ഇത്രയും കാലം കുറേ രവിവർമ്മ ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു, ഇനി കുറേ മാറ്റങ്ങൾ ആവശ്യമാണ്. നമ്മളുടെ ആ കെട്ടിയിട്ടിരിക്കുന്ന വലയം പൊട്ടിച്ച് നമ്മൾ പുറത്ത് വരണം. ചിത്രകല ലോകത്തിലെ ഏറ്റവും സ്വതന്ത്രമായ ഒരു കലയാണ്. എന്തും സ്വതന്ത്രമായിട്ട് ചെയ്യാം. ഡാൻസ് ആയിരുന്നാലും സംഗീതമായിരുന്നാലും അതിനൊക്കെ ഒരു ഫ്രെയിമുണ്ട്, അതിനകത്ത് നിന്നേ ചെയ്യാനൊക്കെ പറ്റും. ചിത്രകല അങ്ങനെയല്ല. അപ്പോൾ ആ സ്വാതന്ത്ര്യം നമ്മൾ പരമാവധി ഉപയോഗിക്കുക. നമ്മളുടേതായിട്ടുള്ള ഒരു ശൈലി, നമ്മളുടേതായിട്ടുള്ള എനിക്ക് ഞാനാകണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി ചിത്രം വരയ്ക്കണം. തിരക്കുകൾക്കിടയിലും കൃത്യമായി ചിത്രരചനയുമായി മുന്നോട്ട് പോയി ഗൾഫ് നാടുകളിലടക്കം ചിത്ര പ്രദർശനം നടത്താൻ ലതാ ആന്റണിക്ക് സാധിച്ചത് മികച്ച നേട്ടമാണെന്ന് മുത്തൂറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ജോർജ് ജേക്കബ് മുത്തൂറ്റും ചൂണ്ടിക്കാട്ടി. ഇതൊന്ന് തുടങ്ങിയാലോ എന്ന് ഞാനിപ്പോൾ ആലോചിക്കുക. കാരണം ഇത്രയും ആളുകൾ വന്ന് ഇതുപോലുള്ള സംഗതികളൊക്കെ കാണുക എന്ന് പറയുന്നത് ഒരു നല്ല സംഗതികളാണ്. അതുകൊണ്ട് എന്നെ കൂടെ അതിൻ്റെ അകത്തൊന്ന് കൂട്ടിയാൽ നല്ലതാണ്. ലതയും